മലയാള സിനിമയിൽ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരുപാട് നടിമാർ ഉണ്ട്. എന്തിനും തയ്യാറായ നടിമാർ. ജയഭാരതി ഒരു കാലത്ത് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ നടിയായിരുന്നു. ശരീര സൗന്ദര്യത്തിൻ്റെ ഏതറ്റം വരെ പോകാനും ജയഭാരതി തയ്യാറായിരുന്നു. ജയഭാരതിയുടെ കാലഘട്ടത്തിൽ കടന്നു വന്ന വിജയശ്രീ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ നടിയായിരുന്നു. പനാപുരം കോട്ടയിൽ ഒരു കുളിസീനിൽ അറിയാതെയെങ്കിലും പൂർണ്ണനഗ്നയായി അഭിനയിച്ചു വിജയശ്രീ. വിജയശ്രീയുടെ നഗ്നത പന്നാപുരം കോട്ടയിലെ ക്യാമറമാൻ പകർത്തിയത് ചരിത്രം. വിജയശ്രീയുടെ യോനിയും വിജയശ്രീയുടെ നിതംബവും ഒക്കെ പന്നാപുരം കോട്ടയിലെ ഒരു സീനിൽ ഉണ്ടായിരുന്നു. അതിലെ സീനുകൾ ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ്. അതിനുശേഷം കുറേ കാലം മലയാള സിനിമ വല്ലാത്തൊരു രീതിയിൽ സഞ്ചരിച്ചു. പലപ്പോഴും വിറ്റുരംഗങ്ങൾ ചിത്രീകരിക്കാനുള്ള ഉപഭോഗ വസ്തുക്കളായി സ്ത്രീകളെ ചിത്രീകരിച്ചു. പല സ്ത്രീകളും വിറ്റുരംഗങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അക്കാലത്ത്. പല നടികളും, സ്ത്രീകളെന്നല്ല പല നടികളും വിറ്റുരംഗങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അക്കാലത്ത്. പക്ഷേ നീണ്ട ഇടവേളയ്ക്ക് ശേഷം പരിപൂർണ നഗ്നയായി അഭിനയിച്ച ഒരു നടിയുടെ കഥയാണ് പറയുന്നത് സിനിമ കേരള ഇപ്പോൾ. ആ നടിയുടെ പേര് അഭിലാഷ. പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത ആദ്യ പാപം എന്ന ബൈബിൾ സ്റ്റോറിയെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രത്തിൽ നായികയായ അഭിലാഷ. അഭിലാഷ കന്നഡക്കാരിയാണ്, ബാംഗ്ലൂർ സ്വദേശിനിയാണ്, മോഡലാണ്. വളരെ ദയനീയമായ ഒരു സാഹചര്യത്തിൽ നിന്ന് സിനിമയിലെത്തിയ നടിയാണ്. ആദ്യ പാപം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ എത്തുമ്പോൾ അഭിലാഷയോട് പി ചന്ദ്രകുമാർ ചോദിച്ചത് പൂർണ്ണ നഗ്നയായി അഭിനയിക്കാൻ തയ്യാറാണോ എന്നാണ്. പി ചന്ദ്രകുമാറിൻ്റെ അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു കാലത്ത് മധുവിനെയും ജയനെയും നസീറിനെയും ഒക്കെ താരങ്ങളാക്കി സൂപ്പർ ഹിറ്റ് സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച ചലച്ചിത്രകാരനാണ് പി ചന്ദ്രകുമാർ. ആ പി ചന്ദ്രകുമാർ പിന്നീട് അവസരങ്ങൾ കുറഞ്ഞപ്പോൾ രതിചിത്രങ്ങളുടെ ശ്രേണിയിലേക്ക് അല്ലെങ്കിൽ രതിചിത്രങ്ങളിലേക്ക് വഴുതി വീഴുകയായിരുന്നു. അതിൻ്റെ തുടക്കമായിരുന്നു ആദ്യ പാപം എന്ന 1988 ഇറങ്ങിയ ചിത്രം. ആ ചിത്രത്തിൽ അഭിലാഷയായിരുന്നു നായിക. ഹവയുടെ വേഷമായിരുന്നു അഭിലാഷയ്ക്ക്. ഹവയുടെ വേഷമാകുമ്പോൾ ചില പ്രത്യേകതകളൊക്കെ കാണുമല്ലോ. അതിന് യോനി ഷേവ് ചെയ്യാൻ പാടില്ല, അതായത് രഹസ്യ ഭാഗം ഷേവ് ചെയ്യാൻ പാടില്ല, കക്ഷം ഷേവ് ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിബന്ധനകൾ അഭിലാഷയ്ക്ക് ചന്ദ്രകുമാർ നൽകിയിരുന്നു. ആ നിബന്ധനകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അഭിലാഷ ആദ്യ പാപത്തിൽ അഭിനയിച്ചത്. ആദ്യ പാപം റിലീസ് ചെയ്തു. ആദ്യ പാപം സൂപ്പർ ഹിറ്റായി മാറി. ആദത്തിൻ്റെയും ഹവയുടെയും കഥ പറഞ്ഞ ആ ബൈബിൾ സ്റ്റോറി മലയാള സിനിമയിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രമായി മാറി. ആ വർഷത്തെ കളക്ഷൻ റെക്കോർഡ് ആദ്യ പാപത്തിനായിരുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. അതാണ് അത് സൃഷ്ടിക്കുന്ന ചരിത്രപരമായ പ്രത്യേകത. പിന്നീട് അഭിലാഷയെ നായികയാക്കി ഒരുപാട് ചിത്രങ്ങൾ ഒരുക്കി ചന്ദ്രകുമാർ. കൽപ്പന ഹൗസ്, കാനനസുന്ദരി തുടങ്ങിയ ചിത്രങ്ങൾ. KS ഗോപാലകൃഷ്ണൻ കായലും കയറും അടക്കമുള്ള സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ സംവിധാനം ചെയ്ത KS ഗോപാലകൃഷ്ണനും രതിചിത്രങ്ങളുടെ സംവിധാന രംഗത്തേക്ക് അക്കാലത്ത് തിരിഞ്ഞത് ശ്രദ്ധേയം. ആശാമേനോൻ, ജയദേവൻ തുടങ്ങിയവരൊക്കെയായിരുന്നു അക്കാലത്തെ രതിചിത്ര സംവിധായകന്മാർ. ഇവരൊക്കെ പേര് മാറ്റി വെച്ചാണ് സംവിധാനം ചെയ്തത്. ഈ ആശാമേനോനും ജയദേവനും ഒക്കെ പേര് മാറ്റി വെച്ചാണ് സംവിധാനം ചെയ്തത്. കാരണം അവരുടെ ഇമേജിന് കോട്ടം തട്ടരുത് എന്ന് അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. എന്നാൽ പി ചന്ദ്രകുമാറും KS ഗോപാലകൃഷ്ണനും പേര് മാറ്റിവെച്ച് സംവിധാനം ചെയ്യാൻ തയ്യാറായില്ല. അവർ അവരുടെ ചിത്രങ്ങളായി തന്നെ ഇതറിയപ്പെടണം എന്ന് ആഗ്രഹിച്ചു. എന്തായാലും രോമാവൃതമായ യോനിയും രോമാവൃതമായ കക്ഷവും ഒക്കെ കാട്ടി ആദ്യ പാപത്തിൽ നിറഞ്ഞു നിന്ന അഭിലാഷ തന്നെയാണ്
മലയാളത്തിലെ ആദ്യത്തെ പോൺ സ്റ്റാർ എന്ന് സിനിമാ കേരള പറയും. അതാണ് അതിൻ്റെ ശരി.